എന്റെ കുഞ്ഞുനാളിലെ വീട്ടിൽ ടി വി ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ ടി വി ഇല്ല എന്നുള്ളതിൽ എനിക്ക് യാതൊരു വിഷമവും ഇല്ലായിരുന്നു. കാരണം എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ടി വി കാണുന്നതിലും ഇഷ്ടം എല്ലാവരുടെയും കൂടെ വരാന്തയിൽ ഇരുന്ന് എല്ലാവരുടെയും കൂടെ ഇരുന്ന് ടി വി കാണുന്നതാണ്. ഒരു സിനിമ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുന്ന ഒരു ഇഫക്റ്റ് ആണ് അങ്ങനെ കാണുമ്പോൾ. അതുകൊണ്ട് എനിക്ക് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ടി വി കാണുന്ന വലിയൊരു ഹരം തന്നെയായിരുന്നു. ആ ചേച്ചിയാണെങ്കിൽ പാവം ഒരു ചേച്ചിയാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള ബിസ്ക്കറ്റും വെള്ളവും ഒക്കെ തരും. അപ്പോൾ എനിക്കത് കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം, ഒരു പരിപാടിയും ആസ്വദിച്ച് കാണാനായിട്ട് അന്നത്തെ കാലത്ത് പറ്റിയിരുന്നില്ല എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട കാര്യം ഒന്ന് കാറ്റും രണ്ട് കറന്റുമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും കാറ്റും കറന്റോ? അതെ, പണ്ട് കാലത്ത് ആന്റിന ഉള്ള ടി വി ആണല്ലോ. അപ്പൊ കാറ്റ് വീശുന്ന സമയത്ത് ആന്റിന ആടി ഒലഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതിനനുസരിച്ച് ടി വിയിൽ വെട്ടല് വരും. പിന്നെ മുകളിലോട്ട് ഒരാൾ കയറി ആന്റിന ഒന്ന് തിരിക്കണം, താഴെ ഒരാൾ ഒന്ന് ചെക്ക് ചെയ്യണം, ശരിയായോ ശരിയായോ എന്ന് ചോദിക്കുമ്പോൾ ശരിയായി ശരിയായില്ല എന്ന് പറയണം. അങ്ങനെ കുറെ സമയം പോവും. പിന്നെ നമ്മളൊരു പരിപാടി ആസ്വദിച്ച് അതിന്റെ ക്ലൈമാക്സിനാവുന്ന സമയത്ത് വരുന്ന കറന്റ് പോക്ക്, അപ്പൊ ഉണ്ടാവുന്ന ഒരു വിഷമം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അനുഭവിച്ചവർക്കേ അറിയുള്ളൂ. നമ്മളൊരു പരിപാടി ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറന്റ് പോയി കഴിഞ്ഞാൽ അന്നത്തെ സമയത്ത് വേറെന്താ ചെയ്യുക? കുറെ നേരം ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ 10 വരെ എണ്ണുമ്പോൾ കറന്റ് വരും എന്നൊക്കെ പറയും. പക്ഷെ കറന്റ് വന്നില്ലെങ്കിൽ നമ്മളെല്ലാവരും പോയ പോലെ വീട്ടിലേക്ക് തിരിച്ചു വരും. എന്നിട്ട് രാത്രിയാകുമ്പോൾ എന്തായിരുന്നിരിക്കും ആ സീൻ, അല്ലെങ്കിൽ അടുത്തത് എന്തായിരുന്നിരിക്കും എന്നുള്ള ആലോചനയാണ്. പരസ്പര സഹകരണവും സ്നേഹവും കാത്തിരിപ്പും ക്ഷമയും എല്ലാം പഠിപ്പിച്ച ഒരു കാലഘട്ടമായിരുന്നു അത്, അല്ലേ? അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുന്നതിനോടൊപ്പം ഒന്ന് ഷെയറും കൂടെ ചെയ്യണേ. നല്ല അനുഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ പറയാട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.